കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ് അവസാന ഭാഗം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. രമ്യയ്ക്കും വിഷ്ണുവിനും ഒരു മകനുണ്ടായി, ധ്രുവ്. ആസിക്കും മകൻ അയാൻ. 2 മാസത്തിനപ്പുറം നൗഫിക്ക് ഒരു മോൻ പിറന്നു, നയാം. അങ്ങനെ മൊത്തം 4 ആൺകുട്ടികൾക്കിടയിൽ അവളാണ് ഒരേ ഒരു രാജകുമാരി, തിഥി. കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും 6ഉം 7ഉം മാസത്തിന്റെ വ്യത്യാസം. തങ്ങൾക്കിടയിലുണ്ടായിരുന്ന സൗഹൃദം അവരിലും ഉണ്ടാകണമെന്ന് കരുതി എല്ലാ വർഷവും മിനിമം ഒരു 10 ദിവസം എല്ലാവരും കൂടി ഒരിടത്ത് ഒത്തുകൂടാറുണ്ട്. എന്ത് പ്രശ്നമുണ്ടായാലും അതിലവർ കോംപ്രമൈസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും തമ്മിൽ ഒരടുപ്പമുണ്ട്. നീ ഇതുവരെ ഓക്കെ ആയില്ലേ അമലു? അവളുടെ വീട്ടിലെ ഓഫീസ് റൂമിലേക്ക് കയറവേ ഏതൻ തിരക്കി. ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഹരേ. കറുത്ത കണ്ണട ഒരിക്കൽ കൂടി മൂക്കിന് മുകളിലേക്ക് കയറ്റിവെച്ച് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു. സിമ്പിളായ കോട്ടൺ സാരി, നൂലുപോലെയുള്ള ഒരു താലിമാല, നെറുകയിൽ സിന്ദൂരം, ഇടത് കയ്യിലൊരു ഗ്രേ കളർ വാച്ച്. കാണുന്ന ആർക്കും ഓർത്തെടുത്ത് പറയാൻ ഇതാണ് ഡോക്ടർ ആമ്പൽ അശോകൻ IAS. ജോലിയിൽ അത്രയും കർക്കശക്കാരി. ഇന്ന് വരെ ഒഫീഷ്യൽ കരിയർ പക്കാ ക്ലീൻ. ഇപ്പൊ കേരളത്തിലെ 1ാമത്തെ ജില്ലയുടെ കളക്ടർ. അമലു തന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്നവളെ അവൻ മുന്നിലേക്ക് പിടിച്ചു നിർത്തി. ഡ്യൂട്ടി ഈസ് ഓൾവേസ് ഫസ്റ്റ്, അങ്ങനല്ലേ നിനക്ക്? ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഹരെ എന്റെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷന്റെ ഉത്തരവും നിന്റെ കയ്യിലുണ്ടാവും. ആ സമയം അവൻ അവളുടെ പഴയ മാഷാവുകയായിരുന്നു. ഗൗരവം നിറഞ്ഞ അവന്റെ മുഖം കണ്ടതും പെണ്ണിന് പിന്നെയും അസ്വസ്ഥത കൂടി. അവളെ ഒരിക്കൽ കൂടി തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതൻ വസുവിന് ഡയൽ ചെയ്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്താടി മോളെ, ഇന്നലത്തെ ക്ലാസ് എടുപ്പെല്ലാം വെറുതെ ആയോ? അവളെ നല്ലപോലെ അറിയുന്നവൻ ചിരിച്ചുകൊണ്ടാണത് ചോദിച്ചത്. ഇന്ന് വരെയുള്ള എന്റെ എല്ലാ ഡ്യൂട്ടിയിലും എവിടെയും ബ്ലാക്ക് സ്പോട്ട്സ് ഒന്നും വന്നിട്ടില്ലെന്നറിയാലോ ഏട്ടന്. ഇത് പക്ഷേ അവളൊന്ന് നെടിവീർപ്പിട്ടു. ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ഏട്ടാ. എന്നിരുന്നാലും കുരുക്ഷേത്രത്തിൽ അർജുനന് മുന്നിലും അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയായിരുന്നു രക്തബന്ധമുള്ളവർ. പക്ഷം ധർമ്മം അവിടെ അർജുനന്റെ ഭാഗത്തായിരുന്നു. അതുകൊണ്ടാണ് സാക്ഷാൽ വസുദേവൻ ബന്ധം മറന്ന് കർമ്മം ചെയ്യാൻ അർജുനനോട് ആവശ്യപ്പെട്ടത്. ഇവിടെയും അങ്ങനെ തന്നെ. മുന്നിൽ നിൽക്കുന്നവരല്ല, നീ വഹിക്കുന്ന സ്ഥാനവും അതിന്റെ ഉത്തരവാദിത്വമാണ് നിനക്ക് ഏറ്റവും വലുത്. സോ നീ നിന്റെ കർമ്മം ചെയ്യുക, ബാക്കിയൊക്കെ ഡെസ്റ്റിനി. വസുവിന്റെ വാക്കുകൾ കേട്ടതും ഉള്ളിലുണ്ടായ ചെറിയ ആശങ്ക പോലും അവളിൽ നിന്നും വിട്ടകന്നു. തെളിഞ്ഞ മനസ്സോടെ അവൾ ഏതനെ നോക്കിയതും അവൻ ആ നെറുകയിലൊന്ന് ചുംബിച്ചു. പുറത്തിറങ്ങിയതും അവളെ കാത്തുന്ന പോലെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛാ, എന്റെ മോള് തന്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. അശോകൻ കൂടി അങ്ങനെ പറഞ്ഞതും അവൾ പോകുന്ന ആത്മവിശ്വാസത്തോടെ തന്റെ ഔദ്യോഗിക വാഹനത്തേക്ക് കയറി. അപ്പോഴേക്കും അവളെ തേടി ഒരു ഗ്രൂപ്പ് കോൾ എത്തിയിരുന്നു. വാഴകൾ. അറിയാതെ ചിരി വന്നുപോയി. അവൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ 3 പേരും ലൈനിലുണ്ട്. രമു ഏട്ടനൊപ്പം എറണാകുളം, ആസി ദുബായ്, നൗഫി ഇറാൻ. പക്ഷെ തനിക്കിപ്പോഴും ഒരു വിരൽത്തുമ്പിനപ്പുറം അവരുണ്ട്. ആമ്പലൂ കൂവിക്കൊണ്ടാണ് വിളിയെത്തിയത്. എടി ടെൻഷനൊന്നും വേണ്ട, നീ നിന്റെ ജോലി ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. ഓക്കെ? ആസിയായിരുന്നു ആദ്യം പറഞ്ഞത്. നീ ധൈര്യമായിരിക്കടി മുത്തേ. പിന്നാലെ നൗഫി എത്തി. എടി കൊടുത്താൽ കൊല്ലത്തും കിട്ടും, നീ അങ്ങനെ ഓർത്താ മതി, അതുകൊണ്ട് കൂടുതൽ ഹൃദയം പൊടിക്കണ്ട. രമു. അവൾ ഒരിക്കലും മാറില്ല. പിന്നെയും കുറെ നേരം കൂടി കാര്യം പറഞ്ഞ് അവളെയൊക്കെ ഓക്കെ ആക്കിയാണ് അവർ ഫോൺ വെച്ചത്. ആമ്പലവും അപ്പോഴേക്കും ഓക്കെ ആയി. സൗഹൃദങ്ങൾ അവരെന്നും അനുഗ്രഹങ്ങളാണ്. അത് നേരെ ചെന്ന് നിന്നത് നഗരമധ്യത്തിലെ 10 നിലകളുള്ള വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുന്നിലേക്കാണ്. നഗരത്തിന്റെ തന്നെ മുഖഛായ പ്രതിഫലിക്കുന്ന കെട്ടിടം. പക്ഷെ അത് നിൽക്കുന്നത് ഗവൺമെന്റിന്റെ സ്ഥലത്താണ്. 2 വർഷം മുന്നേ നടത്തിയ സർവേയിലാണ് അത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണെന്നറിയുന്നത്. ഒപ്പം അവിടെ ഇത്രയും വലിയൊരു ബിൽഡിംഗ് കെട്ടാനും ഭൂപ്രകൃതി അനുയോജ്യമല്ല. അതിന്റെ കൂടെ ബിൽഡിങ്ങിന്റെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല, ഫയർ എസ്കേപ്പ് ഇല്ല, അങ്ങനെ കുറേയധികം പരാതികൾ. ഇതൊക്കെ കോടതിയിലെത്തിയിട്ടിപ്പോ 2 വർഷങ്ങൾക്ക് മുകളിലായി. ഇന്നലെയായിരുന്നു അതിന്റെ വിധി ദിവസം. അതായിരുന്നു വിധി. SA കോംപ്ലക്സിന്റെ ആ വിധി നടപ്പാക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടത് ആമ്പലും. വേണ്ടത്ര സുരക്ഷാ സന്നാഹങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും കളക്ടറുടെ സാന്നിധ്യത്തിൽ വേണം ഇങ്ങനെ ഒരു കാര്യം നടത്താൻ എന്ന് കോടതിയുടെ സ്പെഷ്യൽ ഉത്തരവുണ്ട്. അവൾ ഒരിക്കൽ കൂടി ബിൽഡിങ്ങിന്റെ പേരിലേക്ക് ഒന്ന് നോക്കി. SA കോംപ്ലക്സ്, സിദ്ധാർത്ഥ് അഞ്ജലി കോംപ്ലക്സ്. സിദ്ധുവേട്ടനെയും അഞ്ജലി ചേച്ചിയുടെയും ഇക്കണ്ട വർഷത്തെ മുഴുവൻ സമ്പാദ്യം കൊണ്ട് അവരുരുവാക്കിയ നഗരത്തിലെ ഏറ്റവും വലിയ കോംപ്ലക്സ്. അതാണ്
ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഇന്ന് നശിപ്പിക്കാൻ വേണ്ടി കോടതി പറഞ്ഞിരിക്കുന്നത്. അത് തടയുന്നതിന് വേണ്ടി അവര് കോടതിയിൽ അപ്പീലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനുവേണ്ടി മാത്രം വർഷങ്ങൾക്കിപ്പുറം ചേച്ചിയും അമ്മയും സിദ്ധുവേട്ടനും ഒക്കെ പലതവണ തന്നെ വന്ന് കണ്ടു. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. ഒക്കെ താൻ മനഃപൂർവ്വം ചെയ്യുന്നു എന്ന പോലെയായിരുന്നു ഭാവം. അതിന്റെ പേരിൽ കുറെ അധികം അവർ ദേഷ്യപ്പെട്ടു. പിന്നെ അത് അച്ഛന് നേരെയായി. അച്ഛൻ മനഃപൂർവ്വം ഇത്രയും പ്രശ്നമുള്ള ഭൂമി അവർക്ക് നൽകി പറ്റിച്ചു എന്നാക്കി. ഇഷ്ടമില്ലാതെ അച്ഛൻ പെങ്ങൾക്കുള്ളതെല്ലാം കൊടുത്തതുകൊണ്ടാണ് പോലും അപ്പച്ചിക്കിപ്പോ അസുഖം വന്നതെന്നുള്ള ആരോപണം കൂടി കേട്ടതും മുന്നിൽ നിൽക്കുന്നവനെ ഏതെങ്കിലും ആറ്റിൽ കൊണ്ടുപോയി കളയാനാണ് അവൾക്ക് തോന്നിയത്. വിവരക്കേടിന് മരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പച്ചിയുടെ കാര്യത്തിൽ പിന്നെ തർക്കിക്കാൻ പോയില്ല. വേണമെങ്കിൽ തനിക്ക് ചോദിക്കാമായിരുന്നു, അങ്ങനെയെങ്കിൽ സ്വന്തം സഹോദരി കെട്ടിയോൻ കളഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കാനുള്ള കാരണവും തന്റെ അച്ഛനാണോ എന്ന്. വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഭൂമിയുടെ കാര്യം ചോദിക്കിരിക്കാൻ പറ്റിയില്ല. 100-150 വർഷങ്ങൾക്ക് ശേഷം വന്നൊരു സർവേയിൽ കണ്ടുപിടിച്ച കാര്യം എങ്ങനെയാ മുന്നേ അച്ഛൻ അറിയുക എന്ന് ചോദിച്ചപ്പോൾ അതും മനഃപൂർവ്വം എന്ന രീതിയിൽ തന്നെ അവർ ഉറച്ചു നിന്നു. ഉറങ്ങുന്നവരെ അല്ലേ ഉണർത്താൻ കഴിയൂ, ഉറക്കം നടിക്കുന്നവരെ കഴിയില്ലല്ലോ. ഇതിനിടയിൽ തനിക്ക് കുറച്ച് കാശ് തന്ന് ഈ പ്രശ്നം ഒഴിവാക്കാൻ പോലും അവർ ശ്രമിച്ചു. ഏതാണ്ട് താൻ കാരണമാണ് ഒക്കെ നടക്കുന്നത് എന്ന പോലെ. അതോടെ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്ന ശ്രമം താൻ പൂർണ്ണമായങ്ങ് ഉപേക്ഷിച്ചു. എന്നിട്ടും താൻ വെറും ഒരു ഗവൺമെന്റ് എംപ്ലോയി മാത്രമാണെന്നും നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നുമൊക്കെ പിന്നെയും പലതവണ പറഞ്ഞു മനസ്സിലാക്കിയെങ്കിലും അതൊന്നും കേൾക്കാനും അറിയാനുമുള്ള അവസ്ഥയിലായിരുന്നില്ല അവർ. ഈ കോംപ്ലക്സ് തകർന്നു വീണാൽ തങ്ങൾ പലതും ചെയ്യുമെന്ന് പോലും ചേച്ചിയും അമ്മയും കൂടി ഇന്നലെ വന്ന് പറഞ്ഞിരുന്നു. സിദ്ധുവേട്ടന്റെ ഭീഷണി പിന്നെ അതിലും കഷ്ടമാണ്. പക്ഷെ തന്നെ കൊണ്ടൊന്നും അവരെ സഹായിക്കാൻ പറ്റില്ലായിരുന്നു. നിയമം വിട്ട് ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുകയുമില്ല. മാഡം ടൈമായി, ആരോ വന്ന് പറയുമ്പോഴാണ് അവൾ ഞെട്ടി നോക്കുന്നത്. മാഡം, ഓക്കെ, പ്രൊസീജിയേഴ്സ് തുടങ്ങിക്കോ. അവൾ ഓർഡർ കൊടുത്തതും ക്യാമറ കണ്ണുകളൊക്കെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് മാത്രമായി. ആദ്യമായി ഇങ്ങനെ ഒരു കാര്യം കാണുന്നതിന്റെ കൗതുകത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ ടിവിയിലും. ആ ബിൽഡിങ്ങിന്റെ ചുറ്റുമുള്ള എല്ലാവരും ഒരിക്കൽ കൂടി സുരക്ഷിതരാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. 10, 9, 8. അവസാനം 1 പറഞ്ഞതോടെ വലിയ ശബ്ദത്തോടെ ആ ബിൽഡിംഗ് ചുറ്റുപാടുമൊക്കെ പൊടിപടലങ്ങൾ പടർത്തി ഒരു നിമിഷം കൊണ്ട് താഴേക്ക് വീണു. ഒപ്പം ഇത്രയും കാലം കൊണ്ട് സിദ്ധുവും അഞ്ചും ഉണ്ടാക്കിയ സകലതും പൊടിപടലങ്ങൾക്കിടയിൽ മാഞ്ഞുപോയി. ഒരു നെടുവീർപ്പോടെ അവൾ ആ കാഴ്ച നോക്കി നിന്നു. രാത്രി ഉമ്മർത്ത് അച്ഛന്റെ നെഞ്ചിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു ആമ്പൽ. മോൾക്ക് ഇതുവരെ ടെൻഷൻ മാറിയില്ലേ? വൈകുന്നേരം അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി കാശുകാരി ആയതിന്റെ കുശുമ്പ് കൊണ്ട് ഞാൻ ചെയ്തതാണെന്ന് പോലും. അറിയാതെയാണെങ്കിലും അവളുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. അവൾ അങ്ങനെ പറയൂന്ന് നിനക്കറിയാമല്ലോ മോളെ. അവൾക്കിപ്പോഴും കാശിന് മുകളിൽ ഒന്നുമില്ല. മകളെ സമാധാനിപ്പിച്ച് അദ്ദേഹം അന്നും അവൾക്കൊപ്പം തന്നെ ഇരുന്നു. പിന്നെയും കുറച്ചു ദിവസം കഴിഞ്ഞുള്ള ഒരു വൈകുന്നേരം ഏതൻ ധൃതിയിൽ തന്റെ അടുത്തേക്ക് ഓടി വരുന്ന കണ്ട് അശോകൻ ഒന്ന് പകച്ചു. എന്താ ഏതു, എന്തു പറ്റി? വിഷ്ണു വിളിച്ചിരുന്നു അച്ഛാ. എന്നിട്ട്? അത് പിന്നെ യദു ഒന്ന് നിർത്തി. വേഗം പറയതൂ. ടെൻഷൻ സഹിക്കാൻ കഴിയാതെ അയാൾ ആവശ്യപ്പെട്ടു. അതച്ഛാ, സിദ്ധുവിന്റെ വൈഫും അഞ്ചു ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ണിയേട്ടനും തമ്മിൽ റിലേഷൻ. ഏതന്റെ ശബ്ദം താന്നുപോയി. അതേ സമയത്ത് കേട്ട കാര്യത്തിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു അശോകൻ. എന്തോ സംശയം തോന്നി സിദ്ധുവും ചേച്ചിയും കൂടി ട്രാപ്പ് വെച്ചതാ. ഇവര് കറക്റ്റായി പോയി വീണു. സ്പോട്ടിൽ സിദ്ധു രണ്ടിനെയും. അയ്യോ, അഞ്ജു, അദ്ദേഹത്തിന് അതായിരുന്നു അറിയേണ്ടത്. ചേച്ചി ഹോസ്പിറ്റലിലാണ്, അമ്മ കൂടെയുണ്ട്. എത്രയൊക്കെ സ്വാർത്ഥരായിരുന്നെങ്കിലും തന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നത് കൊണ്ട് തന്നെ അശോകൻ അവരെ ഓർത്ത് വല്ലാത്ത സങ്കടം തോന്നി. വൈകുന്നേരത്തിനുള്ളിൽ ആമ്പലും ഇതൊക്കെ അറിഞ്ഞു. അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഇത്രയും വലിയൊരു ഷോക്കിൽ നിന്നും പുറത്തു വരാൻ ചേച്ചിക്ക് കഴിഞ്ഞില്ല. ജീവൻ ഉണ്ടെന്നൊഴിച്ചാൽ ഫുള്ളി കിടപ്പായ ചേച്ചിയുടെ ശരീരവുമായിട്ടാണ് അവളെ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറക്കിയത്. അപ്പോഴേക്കും അമ്മയും പൂർണ്ണമായി തകർത്തിരുന്നു. സിദ്ധുവിന്റെ വൈഫിനും ഉണ്ണിയേട്ടനും ജീവൻ രക്ഷപ്പെട്ടെങ്കിലും അവരെ തീർക്കാൻ ശ്രമിച്ചതിന് സിദ്ധു അകത്തായി. കാലം ആരുടെയും കണക്കുകൾ ബാക്കി വെക്കുന്നില്ല. ചെയ്തിരുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഇവിടെ തന്നെ കർമ്മഫലം ഉണ്ടാകും. ബന്ധങ്ങൾക്കപ്പുറം പണം മാത്രമാണ് എല്ലാമെന്ന് കരുതിയവർക്ക് അതേ പണം കൊണ്ട് തന്നെ നാശവും സംഭവിച്ചിരിക്കുന്നു. രാത്രി ഏതന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ആമ്പൽ. ഹരേ, ഒരിക്കലും ഞാൻ അവരെ ആരെയും ശപിച്ചിട്ടില്ല ഹരേ. അമ്മ ഇന്നും അങ്ങനെയൊക്കെ പറഞ്ഞെന്റെ കാലു പിടിച്ച് കരഞ്ഞു. സത്യം ഹരേ, ഞാൻ ആർക്കും ദോഷം വരണമെന്ന് മനസ്സിൽ പോലും കരുതിയിട്ടില്ല. തേങ്ങിക്കരയുന്ന പെണ്ണിനെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു.
നീ ഇത്രയും സില്ലി ആവലേ അമലു. അമ്മ അമ്മയുടെ സങ്കടം കൊണ്ട് പറയുന്നതല്ലേ പെണ്ണെ. ഇന്നല്ലെങ്കിൽ നാളെ ചേച്ചി പഴയ പോലെ ആകുമെന്ന് സ്വാമിജി ഉറപ്പ് പറഞ്ഞിട്ടില്ലേ? നമുക്കും അത് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പൊ പിന്നെ നമ്മുടെ മക്കളുടെ കൂടെ തന്നെയല്ലേ ചേച്ചിയുടെ കുഞ്ഞുങ്ങളും. തൽക്കാലം അവർക്കും അച്ഛനും അമ്മയായി നമുക്കവരെ സ്വന്തമായിട്ട് അങ്ങ് കൊണ്ടു നടക്കാടോ. അതുകൊണ്ട് എന്റെ കുഞ്ഞ് ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതെ വേഗം ഉറങ്ങാൻ നോക്കിയേ. നാളെ ഡ്യൂട്ടി ഉള്ളതല്ലേ എന്റെ സുന്ദരിക്ക്. ആ മൂക്കിൽ പിന്നെയും ചുംബിച്ചു കൊഞ്ചിച്ചു ഏതൻ. പിന്നെയും ഓരോന്നൊക്കെ പറയാൻ തുടങ്ങിയവളെ മെല്ലെ ആ വിഷയത്തിൽ നിന്ന് ദൂരെ നീക്കിക്കൊണ്ടുപോയി ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ മെല്ലെ അവൻ തട്ടിയുറക്കി. അവൾ ശാന്തമായി ഉറങ്ങിയെന്ന് കണ്ടതും ഏതൻ പെണ്ണിന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ഇതാണ് ശരിക്കുമുള്ള കാലത്തിന്റെ കാവ്യനീതി. ആരെയാണോ അവരെല്ലാം കൂടി ഒറ്റപ്പെടുത്തിയതും തള്ളിപ്പറഞ്ഞതും ഇന്ന് അവൾ തന്നെ അവരെയൊക്കെ പരിപാലിക്കുന്നു. ഇതാണ് ശരി. ഇതുമാത്രം. ഇവിടെ തീരുകയാണ് കേട്ടോ ആമ്പലും ഏതനും. അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും വേഗം വായിച്ച് കമന്റ് തന്നേ. ആദ്യം മുതൽ തന്നെ ഒപ്പം നിന്ന് എല്ലാവരോടും നിറയെ നിറയെ ഇഷ്ടം. എഴുതാൻ തുടങ്ങുമ്പോഴേ ഇതായിരുന്നു എന്റെ മനസ്സിലെ ക്ലൈമാക്സ്. ഒരാളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കരയുന്ന പെണ്ണിൽ നിന്നും അവളെ 100,000 പേരെ ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക. അതിനൊപ്പം നിൽക്കുന്ന ഒരു അച്ഛനും അവളുടെ പ്രണയവും. വേണമെങ്കിൽ ഇനിയും നീട്ടിക്കൊണ്ടു പോകാം. വേണ്ട, ഇത് മതി. ഇതാണ് ഇതിന്റെ അവസാനം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഇപ്രാവശ്യമെങ്കിലും അവനവന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞിട്ട് പോണേ. അതുപോലെ മാംഗല്യമായിട്ട് നാളെ മുതൽ കാണാം കേട്ടോ. നന്ദി.